പണ്ടേ ഈ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് മരിച്ച വീട്ടമ്മമാർ എന്ന് പറഞ്ഞ് വാർത്ത സ്ഥിരം കേൾക്കാമായിരുന്നു. പിന്നീട് അതില്ല, സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടിയത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ നേരത്തെയൊക്കെ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് കുറേ വീട്ടമ്മമാർ മരിച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാം മരണം സ്വാഭാവികമല്ല. ആത്മഹത്യയുണ്ട്, കൊലപാതകമുണ്ട്. ഈ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണല്ലോ. വീട്ടമ്മ എപ്പോഴും അടുക്കളയിലുണ്ടല്ലോ. അപ്പോൾ ഒരു വീട്ടമ്മയെ കൊല്ലാനോ വീട്ടമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാനും നല്ല സാധ്യതയാണ്. അതിൽ കൂടുതൽ കൊന്നിട്ട് വേണമെങ്കിലൊന്ന് ഗ്യാസ് കുറ്റി പൊട്ടിക്കാൻ എളുപ്പമാണ്. നമ്മുടെ മറ്റേ അമ്മച്ചി ആ പെട്ടിങ്ങി തന്നെ എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും പരിപാടി ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഈ ആത്മഹത്യയോട് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് പലരും പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞാണ് സംഭവം സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രേതഭൂത പിശാച് യക്ഷിയൊക്കെ പിടിച്ച കേസില്ലേ പണ്ട്. ഞാൻ നേരത്തെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർത്തു, ഇങ്ങനെ കുറേ തരം മരണങ്ങൾ ഇപ്പം ഇവിടെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഏത് ടൈപ്പ് മരണമാണ് യഥാർത്ഥ മരണം എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിനകത്ത് എത്തിക്കഴിഞ്ഞിട്ട് പോലും ചില രീതികളിൽ ചില ആൾക്കാർ മരണപ്പെടാൻ സാധ്യതകൾ കൂടുക. ഈ എല്ലാ ആശുപത്രികളുമല്ല, കേരളത്തിലുള്ള ആശുപത്രിയാണോ നിർബന്ധമൊന്നുമില്ല. പേഷ്യൻസിനെ വെറുതെ ചുമ്മാ അടിച്ച് കളയുന്നുണ്ട്. ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തവരുടെയൊക്കെ എന്നുവെച്ചാൽ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യർ പല വലിയ ആശുപത്രികൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവിടെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പറമ്പിലൊക്കെ വന്ന് കുത്തിയിരിക്കും ബൈസ്റ്റാൻഡേഴ്സൊക്കെ. ഒരു ഗ്രാമമൊക്കെ ആയിരിക്കും. അകത്ത് കിടക്കുന്നവൻ്റെ കിഡ്നി ലിവറും ഒക്കെ പോവും. അത് ആരും അറിയത്തൊന്നുമില്ല. അവരെ അതിനെ അവിടെ നിർത്തിയേക്കുന്നത്. കാശുള്ളവന് നല്ല കിഡ്നി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലെങ്കിലും പല പല സ്റ്റേറ്റ്സിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആൾക്കാരെ വെറുതെ കൊന്നുകളയും. പിന്നെ ഇവിടെ ആണെങ്കിലും ഈ അവയവ മാഫിയ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഓടുന്നത് കണ്ടില്ലേ. ഞാൻ പറഞ്ഞൊരു യക്ഷി എന്ന് നേരത്തെ പറഞ്ഞാൽ അത് പിന്നെ ഇടയ്ക്ക് കട്ടായിപ്പോയി. ഡോൺ മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഈ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ രീതികളിലുള്ള ഇന്നത്തെ ഒരു നോർമൽ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അത്ര അബ്നോർമലും അല്ലാത്ത ചില മരണങ്ങളൊന്നും ഒരു സ്വാഭാവിക മരണമാകാൻ ചാൻസ് ഇല്ല. ആക്സിഡൻസ് പിന്നെ പൊതുവേ അത് പിന്നെ പറയേണ്ട കാര്യമില്ല. യക്ഷിയും പ്രേതവും ഭൂതവും പിശാചും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളോർക്കും യക്ഷി കൊന്നു അല്ലെ മാടൻ അടിച്ചു കൊന്നു. ആ സാധനമൊന്നും പിന്നീടില്ല. മനസ്സിലായോ? അപ്പോൾ മനസ്സിലാകുന്നത് എന്താണ്, എങ്ങനെയാണ് അതില്ലാണ്ടായത്, എപ്പോൾ മനുഷ്യനങ്ങ് പെട്ടെന്നൊരു ദിവസം അങ്ങ് സ്വിച്ചിട്ട പോലെ ബോധം വരുമല്ല ചെയ്തത്. ടെക്നോളജി പിന്നെ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റിയൊക്കെ വന്ന് എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റൊക്കെ ആയപ്പോൾ യക്ഷിക്കൊന്നും അധികം വലിയ സ്കോപ്പ് ഇല്ലാണ്ടായി. പിന്നെ ഈ വെള്ള സാരിയൊക്കെ കൊടുത്തുകൊണ്ട് ഇതേപോലെ തോട് വഴിയൊന്നും വരുമ്പോൾ പാലയുടെ മുകളിൽ നിന്ന് ചാടി വീഴാനൊന്നും പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും. പിന്നെ റോഡ്സൊക്കെ കുറച്ചുകൂടി നല്ലതായി. പിന്നെ ആളുകൾ എല്ലായിടത്തും താമസമൊക്കെ ആയി. ഈ പറഞ്ഞ പ്രശ്നം പിടിച്ച ഏരിയകളിലൊക്കെ ഇതൊന്നെങ്കിൽ ഒരു മോഷ്ടാവ് അല്ലെങ്കിൽ ഒരു കൊലയാളി അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ എന്നൊക്കെ പറയുന്ന പോലത്തെ ആൾക്കാർ ഇവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ പലരും അടിച്ചു കൊന്നതോ ബലാത്സംഗം ചെയ്ത് കൊന്നതോ ഒക്കെ. പിന്നെ യക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ചിലപ്പോൾ ഒരു പ്രതികാരം ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം, സംശയം ഉണ്ടെങ്കിൽ. മനസ്സിലായോ? ഇപ്പോൾ എൻ്റെ പെങ്ങളെ അവൻ്റെ വീട്ടിൽ കൊണ്ടിട്ടു, അവളവിടെ മരിച്ചു. കാരണം എനിക്കറിയാം, അവളെന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഭർത്താവ് എന്നെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അവൻ യക്ഷിയായിട്ട് ഇങ്ങോട്ട് അടുത്ത ദിവസം വന്ന് ഇങ്ങനെ ഇറങ്ങി അവരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് നിർത്തി. ഞാൻ എന്ന സഹോദരൻ അങ്ങനെ വേണേൽ ചെയ്യാം. മനസ്സിലായോ? അന്നത്തെ കാലത്ത് ഫോറൻസിക് ഇല്ലല്ലോ, പോലീസില്ല. അപ്പോൾ ഈ മരിക്കുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടത്തിലൂടെ ഇന്നതാണെന്ന് കൺഫേം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പലതും ഇല്ലാണ്ടായി. അതൊരു ഭാഗം. ഇപ്പോൾ വെളിച്ചം വരുമ്പോൾ സാധ്യത കുറയുന്നു. അപ്പോൾ അത് സാധ്യത കുറഞ്ഞു. പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത, കൊല ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞു കഴിഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതയും കൂടെ പൂർണ്ണമായിട്ടും കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇല്ലാണ്ടായപ്പോൾ ആ ടൈപ്പ് മരണങ്ങളില്ലാണ്ടായി. ഈ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരു പ്രേതത്തിന് കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റും. ഈ കഴിഞ്ഞിടയ്ക്കാൻ കണ്ടിട്ട് IAS IPS ഉദ്യോഗസ്ഥൻ ചെന്നുകൊണ്ട് അയാൾ പ്രേതങ്ങളെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് കേസ് അന്വേഷിച്ചെന്നൊക്കെ പറയുന്ന ടൈപ്പ് എന്തോ പ്രത്യേക തലത്തിലെത്തിയ മനുഷ്യനെ കാണാൻ പറ്റും. ലോകത്തങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. അതിന് കണ്ടുപിടിക്കേണ്ട എന്തോ സംഭവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആ സാധനം അന്ന് ഇല്ലാണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ ഗ്യാസ് കുറ്റി ഇല്ലാണ്ടായി. നിങ്ങൾ നോക്കിയോ, പല തരത്തിലുള്ള ഇതുപോലുള്ള സ്വാഭാവിക മരണങ്ങൾ ഈ ആക്സിഡൻറ്റ് ഡെത്ത്സിനകത്തും ഇതേപോലെ സംശയങ്ങളുണ്ട്.
മനസ്സിലായോ? പല അപകട മരണങ്ങളും കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് പല തരത്തിലുള്ള ശത്രുത, അത് പാർട്ടിയാവാം, മതമാവാം, അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് മെയിൻ. പലയിടത്തും വണ്ടി ഇടിച്ച് ആൾക്കാർ മരിച്ച പോലത്തെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ അവയവ പരിപാടി. ഇതെല്ലാം ബിസിനസ് റിലേറ്റഡ് ആണ്. പിന്നെ മറ്റേതെന്ന് പറയുന്നത് ബിസിനസ്സാണ്, ഫാമിലി ബിസിനസ്സിൽ നിന്ന് ഇപ്പോൾ മറ്റേ വേറെ തരത്തിലാണല്ലോ. മറ്റേ ഫാമിലി ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ കേസുകൾ മരണകാരണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഒരിക്കൽ ഇതൊരു സാധ്യത അല്ലാണ്ടാവും. അതുപോലെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് റോബോട്ടിക്സും AI ഒക്കെ നമ്മളെ നോക്കാനുണ്ടെങ്കിൽ മനുഷ്യനായിട്ട് നോക്കുന്ന ഒരു സ്ഥലത്തും രക്ഷയില്ല. മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും കറപ്റ്റഡ് ആവാം. ഒരു മനുഷ്യന് 20-ാമത്തെ വയസ്സിൽ കറപ്റ്റഡ് അല്ല, പക്ഷെ 30-ാമത്തെ വയസ്സിൽ സമ്മർദ്ദം മൂലം ഇച്ചിരി കറപ്ഷനൊക്കെ ചെയ്യേണ്ടി വന്നു. 40-ാമത്തെ വയസ്സിൽ മുഴുവൻ കറപ്റ്റഡ്, 50-ാമത്തെ വയസ്സിൽ കൊല്ലാൻ വരെ മടിയില്ലാത്തൊരു മനുഷ്യൻ. അതാണ് ഇന്ത്യ ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ, ശരാശരി മനുഷ്യൻ്റെ തലച്ചോറിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന മറ്റേ വർഗീയത പുറത്തെടുത്താൽ അത് ഏകദേശം ഇത്രത്തോളം വരും. അത് മതി ഒരാളെ തീവ്രവാദിയാക്കുവാൻ. കേട്ടിട്ടില്ലേ ആ സംഭവം? ഒരു തലച്ചോറ് സ്പോഞ്ച് പോലെയാണ്. അതിനുള്ളിലെ വർഗീയത പിഴിഞ്ഞെടുത്താൽ ഏകദേശം ഇത്രത്തോളം വരും. അത് മതി ഒരാളെ തീവ്രവാദിയാക്കുവാൻ. ഒരിടത്ത് ബലാത്സംഗം, ഒരിടത്ത് കൊലപാതകം, എന്താണ് ആരുമൊന്നും മിണ്ടാത്തത്? അപ്പോൾ ഈ പറഞ്ഞ പരിപാടി ഇനി ഒരിക്കലും ഉറപ്പായിട്ടും ഇതൊക്കെ ഡെവലപ്പായി നമ്മളെ വേറെ രീതിയിൽ സിസ്റ്റം മാനേജ് ചെയ്താൽ. ഇപ്പോൾ CCTV വന്നപ്പോൾ മോഷണവും വേറെ പരിപാടികളൊക്കെ ഒത്തിരി കുറഞ്ഞെന്ന് മാത്രമല്ല, സാധ്യത കുറഞ്ഞ ഈ ഷോപ്പിംഗ് മോൾ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒട്ടും ഇല്ലാണ്ടായി. അവിടെ ഈ ബില്ലടിക്കാതെ പുറത്തോട്ട് പോകുന്ന സാധനങ്ങളൊക്കെ പിടിക്കാൻ പറ്റുന്ന സിസ്റ്റം ഉണ്ടായി. അതുകൂടാതെ എടുത്തവൻ ആരാന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴാണ് നിൽക്കുന്നത്. അല്ലാതെ ആരും മനുഷ്യനങ്ങനെ നന്നായതൊന്നുമല്ല. അപ്പോൾ പിന്നെ ഉള്ള സ്ട്രീറ്റ്സിലൊക്കെ CCTV വന്നപ്പോൾ എന്തായി? അത്യാവശ്യം പുറത്ത് നടക്കുന്ന പിടിച്ചുവരി, ബലാത്സംഗ, മോഷണ, കൊലപാതക, അക്രമ സംഭവങ്ങൾക്കും കുറേയൊക്കെ പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുകയാണ്. ഇനി നാളെ ഇത് നടക്കാതിരിക്കുന്ന സംഭവം വരും. അതായത് ഈ ക്യാമറകൾ സെൻസ് ചെയ്ത് കുഴപ്പക്കാരൻ ഇവിടെ ഉണ്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ട് നേരത്തെ വരും. ഈ പറഞ്ഞ ആൾക്ക് മെസ്സേജ് കിട്ടി, ഇപ്പുറത്തേക്ക് ഓടിക്കോളെ ഒരുത്തം വരുന്നുണ്ടെന്ന്. അങ്ങനെ വരത്തില്ല, ഞാൻ പറയാം, അവനവിടെ എത്തത്തില്ല. ചില പഴയ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഈ റെട്ടിനൊക്കെ സ്കാൻ ചെയ്യും, മറ്റേ എവിടത്തേക്കോ ഒരുത്തം പോകുന്നുണ്ട്, അവനെ പിടിച്ചു. അങ്ങനെ ആ ലെവലിലേക്ക് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ ക്രൈംസൊക്കെ വല്ലാണ്ട് കുറയും. അതാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലത്തെ രാജ്യത്ത് പൂർണ്ണമായും റോബോട്ടിക്സ് വന്നേ പറ്റത്തുള്ളൂ. റോബോട്ടുകൾ ഇവിടെ എല്ലാ ഓഫീസിലും ഇരിക്കാമെങ്കിൽ നടക്കും. പോലീസൊക്കെ റോബോട്ടായിരിക്കണം. അങ്ങനെ ഉണ്ട് കള്ളന്മാരൊക്കെ. അല്ലേ പിന്നെ ഇനി കള്ളന്മാർ റോബോട്ട് ഉണ്ടാക്കേണ്ടി വരും. അത് നടക്കത്തില്ല. ഇപ്പോൾ AI പലരും പേടിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇതേപോലത്തെ ഒരു എന്താ പറയണ്ടേ, ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ ഇരിക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ ഒരു AI ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ഇനി അങ്ങനെ ഒരെണ്ണം ഡെവലപ്പ് ചെയ്ത് വന്നാലും ഇത് ആദ്യം വന്നാൽ ഇവൻ അറിയും ഇതെല്ലാം, അവൻ തന്നെ ചെയ്തോളും. പിന്നെ മനുഷ്യനെ വേണ്ടെന്ന് തോന്നിയാൽ അത് ഈ ഭൂമി മൊത്തം നശിപ്പിച്ച് കളയാൻ സാധ്യത. കാരണം ഇതിനൊന്നും വേണ്ടല്ലോ, അതിന് വിശപ്പും ഇല്ല, ദാഹവും ഇല്ല, പിന്നെ എന്തിനാ ഇവിടെ? പക്ഷെ വിശപ്പും ദാഹം ഇല്ലാത്തത് നല്ലതാണ്. ആരെയും കൊല്ലേണ്ടിയും വരത്തില്ല. നമ്മളൊക്കെ എന്തിനാ കൊന്നു തിന്നുന്നത്? കൊല്ലുന്നത് തിന്നാനല്ലേ? അപ്പം പിന്നെ അങ്ങനെയൊക്കെ പറയാമല്ലോ. സത്യമേവ ജനഹേ ജയഹേ എന്നൊക്കെ ഞാൻ പറയുന്നു. അപ്പോൾ ഇന്നത്തെ സംഭവങ്ങൾ, ഇതിനകത്തുള്ള യാഥാർത്ഥ്യം പലതും നമുക്ക് മനസ്സിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ കുറച്ച് കാലം എടുക്കുമായിരിക്കും. ഇനി ആക്സിഡൻറ്റ്സ് എന്താണ് കുറയും, ആക്സിഡൻറ്റ്സ് സംഭവിക്കത്തില്ല. ഇനി വണ്ടി ഇടിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഇടിക്കത്തില്ല. പിന്നെ റോഡിൽ തന്നെ ഓടണമെന്ന് നിർബന്ധം. ചിലപ്പോൾ ഡ്രോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറി കിടന്ന് പറന്ന് കിടക്കാം, ആരും തമ്മിൽ ഇടിക്കത്തില്ല. കാരണം സെൻസേഴ്സ് വന്നു. അങ്ങനെ ഓട്ടോമാറ്റിക് ബ്രേക്കിങ്ങും റൂട്ടും എല്ലാം നിൻ വഴി തനി വഴി ഇങ്ങനെ ഒരൊറ്റ ഡ്രോൺ ഇങ്ങനെ പറന്ന് അവിടെ കൂടെ ആരും വരത്തില്ല. ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ മുന്നിൽ നിന്ന് ക്രോസ് ചെയ്യുന്നത് കാണാം. നമ്മളൊന്നും ചെയ്യണ്ട, അത് ആ ടൈമിങ്ങിന് നടന്നോളൂ. അവിടെ ഇടി വളരെ കുറവായിരിക്കും, ഇടിക്കാൻ ചാൻസേ ഇല്ല എന്ന് വേണം പറയാൻ. അതിൻ്റെ ടെക്നോളജി ഏറ്റവും അഡ്വാൻസ്ഡ് സ്റ്റേജിലെത്തുമ്പോൾ. ഇപ്പോൾ അത്രയൊക്കെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇടിക്കുമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴും ഇവിടെ ജീവിക്കുന്നവർ, ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നവന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ ഈ ടെക്നോളജി ഇത്രയും വേണ്ട, ഇല്ലെങ്കിൽ പോലും വേറൊരു സ്ഥലത്ത് ഇത് കുറയുന്ന കാണുമ്പോൾ
ഇവിടെ നടക്കുന്ന സാധനങ്ങളിൽ പകുതി എണ്ണം സംശയിക്കാനെങ്കിലും തോന്നണ്ടേ? അല്ലെ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്നെങ്കിലും തോന്നണ്ടേ? ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ക്രിമിനൽസിനെ അറിയാം, ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ അറിയാം. അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. അവരെ കൊണ്ട് ജയിലിലിട്ടിട്ട് കുറേ ഇതേ മെൻറ്റാലിറ്റി ഉള്ളവരെ കൂട്ടി ഒരു എന്താ പറയുക, ജയിലിനകത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കൊടുക്കും. ഗവൺമെൻറ് ചെയ്യുന്ന പണിയായത്. ഇനി അഥവാ നിരപരാധിയാണെങ്കിലും അവനകത്ത് കയറി പുറത്തിറങ്ങുമ്പോൾ സൂപ്പറായിട്ട് ക്രിമിനലായിട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ എനിക്കൊന്ന് ഇവരുടെ ഈ ബിസിനസ്, അതായത് ഈ നമ്മളിപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, എന്താ പറയുക, ആരെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു പറിക്കാനും മോഷ്ടിക്കാനും പറ്റത്തില്ല, കളിയാക്കാനൊക്കെ മാക്സിമം പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് അതുപോലും പറ്റാത്തവരുണ്ട്. എനിക്ക് ഇതിനപ്പുറത്തോട്ട് ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന രീതിയിലോട്ട് മാറാൻ പറ്റത്തില്ല. പക്ഷേ പലർക്കും അതൊക്കെ പറ്റുന്നവരാണല്ലോ അകത്തെത്തുന്നത്. മനസ്സിലായില്ലേ? ഒരാളെ തല്ലി, അല്ലെ കൈ തല്ലി ഒടിച്ചു, കൊന്നു, ബലാത്സംഗം ചെയ്തു, വേറൊരാളുടെ സ്വത്ത് അപഹരിച്ചു. ഈ നമ്മളൊന്നും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കള്ളവാർത്തയൊന്നും പറയുന്നില്ല. എന്നെ കൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തത് ഒരു കള്ളവാർത്ത പറയുക ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് ഒരു അന്തസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കാഴ്ച കാണുമ്പോൾ എൻ്റെ അഭിപ്രായം പറയുന്നിടത്ത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമവും പോലീസും ചെയ്തത് എന്താണെന്ന് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. അത് മനസ്സിലാവുന്നുണ്ടോ അതെന്താണെന്ന്? അത് നമ്മൾ ചെയ്യാത്തൊരു കാര്യം. അത് ഞാനാണ് ഒരിക്കലും എൻ്റെ പൊസിഷൻ അവിടെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഈ കള്ളത്തരത്തിനകത്ത് ഇടപെടത്തില്ല. അല്ലെങ്കിൽ ഇത് കണ്ട എൻ്റെ അഭിപ്രായം അതായിരിക്കും. പോലീസുകാർക്കും ഉണ്ടാകും, സെയിം അഭിപ്രായമുള്ള പോലീസുകാരുണ്ടാകും കേട്ടോ. ഞാനങ്ങനെ മൊത്തത്തിലൊരു പോലീസുകാർ എല്ലാം ഇങ്ങനത്തെ പൊട്ടന്മാരാണെന്ന് പറയുമല്ല. പക്ഷേ അല്ലാത്തവരുടെ എണ്ണം കുറച്ച് കൂടുതലായിരിക്കാം. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ ഇടയിലും ഇതേപോലെ കള്ളവാർത്ത പറഞ്ഞ് ജീവിക്കേണ്ട ഗതികേടുള്ള, അതുപോലെ തന്നെ കള്ളക്കേസ് ഉണ്ടാക്കേണ്ട ഗതികേടെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു തരം എന്താ പറയണ്ടേ, ഒരു കേപ്പബിലിറ്റി ഇല്ലായ്മ തന്നെയാണ്. ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റി ആണെന്ന് തോന്നുന്നു കുറവ്. കാരണം കള്ളത്തരം ചെയ്യാതെ മുന്നോട്ട് കുറേ പൈസ ഉണ്ടാക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്ത മാത്രമായിട്ട് ജീവിക്കുന്നവർ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവരുടെ പണിയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് അറിയത്തില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. എനിക്കറിയാം. അപ്പോൾ ഞാൻ അറിയുന്ന കാര്യങ്ങൾ കുറച്ച് എന്താ പറയുക, ഞാൻ കാര്യമായിട്ടങ്ങ് പറയും. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് മനസ്സിലായത് ഇതാണ്, അതേ അഭിപ്രായമുള്ള 1,00,000 പേര് ഇവിടെ ഉണ്ട് താനും. പിന്നെ ചിലർക്ക് മനസ്സിലാവാതെ പോയിട്ടുണ്ട്, അവരെ മനസ്സിലാക്കിക്കാനും പറ്റും. ഈ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് അതിനുപോലും ശ്രമിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർ കള്ളം പറയുകയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. എൻ്റെ ചെറിയ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഇവിടുത്തെ വേറെ ഒരു അവസ്ഥ. ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഗ്യാസ് കുറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓഫ് ചെയ്തിടുന്നത് നല്ലതായിരിക്കുമെന്ന്. എങ്ങനെ ഇരിക്കുകയാണ്? കഴിഞ്ഞ് പൊക്കോ.